നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെ ഉള്ളത് സിട്രോൺ ബസാൾട്ടാണ്. സിട്രോൺ ബസാൾട്ട് കുറച്ച് കാലമായിട്ട് നമ്മുടെ വിപണിയിലുള്ള ഒരു വാഹനമാണ്. എന്താണ് ഇപ്പോൾ പുതുതായിട്ട് സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന പുതിയ വേരിയൻറ്റ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ബസാൾട്ടിന് മാത്രമല്ല എയർക്രോസിനും എക്സ് എന്ന വേരിയൻറ്റ് വന്നിട്ടുണ്ട്. അതായത് കൂടുതൽ ഫീച്ചേഴ്സുള്ള കുറേ കൂടി മനോഹരമായ മോഡലുകളാണ് എക്സ് എന്ന് പറയുന്ന ആ ശ്രേണിയിൽപ്പെടുന്നത്. ഇപ്പോൾ ഈ ബസാൾട്ടിലും കാര്യമായ വ്യത്യാസങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും എക്സ്റ്റീരിയറിലല്ല, ഇൻറ്റീരിയറിലാണ് എക്സിൻ്റെ ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ബസാൾട്ട് വളരെ രസമുള്ളൊരു മോഡലാണ്. അതായത് കൂപ്പെ SUV എന്ന് പറയുന്നൊരു ഡിസൈൻ ഉണ്ടല്ലോ. അപ്പോൾ അതിനുശേഷം ഒരു മത്സരം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അതായത് ഒരേ ദിവസം തന്നെ ഇതേ സെഗ്മെൻറ്റിലുള്ള 2 മോഡലുകളാണ് ലോഞ്ച് ചെയ്തത്. ഒന്ന് ടാറ്റയുടെ കർവ്, മറ്റൊന്ന് ബസാൾട്ടിൻ്റെ എക്സ്. ആരാണ് ആദ്യം ലോഞ്ച് ചെയ്യുന്നുള്ളൊരു വാശിയായിരുന്നു. പക്ഷേ ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ രണ്ടും ലോഞ്ചായി. ആരാദ്യം പറയുന്നൊരു പാട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഭവമാണ് അന്ന് നടന്നത്. എന്തായാലും 2 വാഹനങ്ങളും കാര്യമായ രീതിയിലൊന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നുള്ള മറ്റൊരു സത്യം. കർവിൻ്റെ കാര്യത്തിൽ പ്രധാനമായിട്ടും EV ആണ് ശ്രദ്ധിക്കപ്പെട്ടത്. പക്ഷേ കർവ് വന്ന ഉടൻ തന്നെ മഹീന്ദ്രയുടെ 2 EVകൾ വന്നതോടുകൂടി കർവ് ശ്രദ്ധാകേന്ദ്രമല്ലാതായി എന്നുള്ളതാണ്. സിട്രോണിൻ്റെ കാര്യത്തിൽ സിട്രോൺ പിച്ച വെച്ച് വരുന്നേ ഉള്ളൂ ഇന്ത്യൻ മാർക്കറ്റിൽ. മെല്ലെ തീർച്ചയായിട്ടും സിട്രോൺ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ബ്രാൻഡായിട്ട് മാറും. അതിന് കാരണം യൂറോപ്പിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം, യൂറോപ്പിലൊക്കെ വളരെ ശക്തമായൊരു ബ്രാൻഡാണ് സിട്രോൺ. ധാരാളം മോഡലുകളുണ്ട് സിട്രോൺ. തന്നെയുമല്ല, സസ്പെൻഷൻ്റെ കാര്യത്തിൽ സിട്രോണെ തോൽപ്പിക്കാനാവില്ല. അത്രയും ഗംഭീരമായ സസ്പെൻഷനാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മാജിക് കാർപ്പറ്റ് എഫക്റ്റ് എന്ന് പറയുന്ന ആ ഒരു എഫക്റ്റ് കിട്ടുന്ന രീതിയിൽ വളരെ ഫ്ലോട്ടിംഗ് ഉള്ള സസ്പെൻഷനാണ് സിട്രോണിൻ്റെ വാഹനങ്ങളെ സംബന്ധിച്ച്. അത് വളരെ ചെറിയ മോഡലായാലും വളരെ വലിയ മോഡലായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ നല്ലൊരു വിഭാഗം ആൾക്കാരും ബസാൾട്ട് എക്സ് ഒക്കെ പോലുള്ള മികച്ച വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള വാഹനത്തെ വളരെയധികം സ്നേഹിക്കുന്നവരായിരിക്കും. അപ്പോൾ ഞാനൊരു ചോദ്യം ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ അത്രയും വേണ്ടപ്പെട്ടവർക്കോ എന്തെങ്കിലും അപകടമോ അത്രയും വലിയ ചിലവ് വരുന്ന അസുഖങ്ങളോ വന്നാൽ നിങ്ങൾക്ക് വാഹനം വിൽക്കണം എന്നൊരു സാഹചര്യം വന്നാൽ വിൽക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും വിൽക്കേണ്ടി വരും, അല്ലേ? വാഹനം മാത്രമല്ല, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ ഓരോ ചില്ലി പൈസയും അവർക്ക് വേണ്ടി ചിലവഴിക്കാൻ നമ്മൾ തയ്യാറാകും. കാരണം നമ്മൾ അത്രയും ആഴത്തിൽ ചിന്തിച്ചാൽ നമ്മൾ ഏറ്റവും വില കൽപ്പിക്കുന്നത് ഭൗതിക സ്വത്തുക്കൾക്കോ അല്ലെങ്കിൽ വസ്തുക്കൾക്കോ ഒന്നും ആയിരിക്കില്ല. നമ്മുടെ ബന്ധങ്ങളും മനുഷ്യരുടെ ജീവനും തന്നെയായിരിക്കും നമ്മൾ ഏറ്റവും അധികം വില കൽപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം വീണ്ടും ഓർപ്പിക്കുകയാണ്. നമ്മുടെ സ്വത്തുക്കളൊക്കെ നമ്മൾ എണ്ണിപ്പിറക്കി ആശുപത്രിയിൽ കൊണ്ടുകൊടുക്കാനുള്ള അവസ്ഥ പലർക്കും വരുന്നത് എനിക്ക് നേരിട്ടറിയാം. അതുകൊണ്ട് ആ അവസ്ഥ നമുക്ക് ആർക്കും വരാതിരിക്കാൻ നല്ലൊരു കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഞാനിങ്ങനെ പറയുമ്പോൾ കുറേ പേരോട് ചോദിക്കാറുണ്ട്, ഏത് കമ്പനിയുടെയാണ് ഏറ്റവും നല്ല ഇൻഷുറൻസ് എന്നുള്ള കാര്യം. ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തർക്കും വേറെ ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകളായിരിക്കും യോജിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം അത് കമ്പയർ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. വിലയും ഫീച്ചേഴ്സും ഒക്കെ കമ്പയർ ചെയ്ത് വേണം നമ്മൾ ഏറ്റവും മികച്ച ഇൻഷുറൻസ് ആയിരുന്നു കണ്ടുപിടിക്കാൻ. അതിനുള്ള ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കയറി നോക്കിയാൽ പെട്ടെന്ന് എടുക്കാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ 25% വരെയൊക്കെ ഡിസ്കൗണ്ടും ഉണ്ട്. ഈ ഒരു കാര്യം ഒരാളും വിട്ടുപോകരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പലപ്പോഴായി ഓർപ്പിക്കുന്നത്. മാസം 400 അല്ലെങ്കിൽ 500 രൂപ മുതൽക്കുള്ള ഹെൽത്ത് പ്ലാനുകളൊക്കെ ഇപ്പോൾ ലഭ്യമാണ്. 1 കോടി രൂപ വരെ കവറേജ് ഉള്ളത് നിങ്ങൾക്ക് നോക്കി എടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ക്ലെയിമിൻ്റെ എന്തെങ്കിലും ആവശ്യം വന്നാൽ തന്നെ സഹായത്തിനായിട്ട് അവർ തന്നെ ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജർ അടക്കമുള്ള ടീമിനെ ഏർപ്പാടാക്കി തരികയും ചെയ്യും. കൂടാതെ അവർ തന്നെ ക്ലെയിം സപ്പോർട്ട് എല്ലാം 30 മിനിറ്റിനുള്ളിൽ നൽകും. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് പറ്റാവുന്ന തുകയ്ക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എന്തായാലും എടുത്തു വയ്ക്കണം. അതിനുവേണ്ടി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ വീണ്ടും നമ്മൾ ബസാൾട്ട് എക്സിലേക്ക് പോവുകയാണ്. എനിക്ക് ഉറപ്പുണ്ട് സിട്രോൺ ഇന്ത്യയിൽ വലിയ വിജയമാകുമെന്ന്. പക്ഷേ അതിന് കുറച്ച് സമയമെടുക്കും. കാരണം ഈ ബ്രാൻഡ് ഇന്ത്യക്കാർക്ക് അത്ര പരിചിതമല്ല. സിട്രോൺ ബസാൾട്ടിൻ്റെ അടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ഒരു സ്റ്റൈലിംഗ് തന്നെയാണ്. അത് SUV ആണെന്ന് ചോദിച്ചാൽ ആണ്, എന്നാൽ ഒരു ഹാച്ച് ബാക്ക് ആണെന്ന് ചോദിച്ചാൽ ആണ്, എന്നാൽ ഒരു കൂപ്പയാണെന്ന് ചോദിച്ചാൽ ആണ്. ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് ഇതിനെ വിലയിരുത്താം. ആ രീതിയിലാണ് സ്റ്റൈലിംഗ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു B പില്ലർ കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ അധികം കണ്ടുവരുന്ന രീതിയല്ല. പണ്ട് കാലത്ത് BMWൻ്റെ X6-ലൊക്കെ വന്നിരുന്ന അതേ പാറ്റേണാണ് ഇപ്പോഴും പിന്തുടരുന്നത്. പക്ഷേ അതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമാണ് ഈ വാഹനം എന്ന് പറയുന്നത്. പിൻഭാഗത്തേക്ക് വരുമ്പോഴാണെങ്കിലും വളരെ രസകരമായ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ഇന്ത്യക്കാർക്ക് അത്ര പഥ്യമല്ലാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കർവും ഇതൊക്കെ വൻ വിജയമാണ്ടതായിരുന്നു. BMWൻ്റെ കാര്യം നോക്കിയാലും X6 അത്ര വിജയമായില്ല. എങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ആൾക്കൂട്ടത്തിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും പറ്റുന്നൊരു ഡിസൈനാണ് സിട്രോൺ ബസാൾട്ടിൻ്റേത്. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് എക്സ് എന്ന് പറയുന്നൊരു ബാഡ്ജിങ് ഇവിടെ കാണുന്നുണ്ട്. എക്സ് എന്നുള്ളതിൻ്റെ ഒരു പകുതി റെഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ എക്സ് കാണുമ്പോഴാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ വാഹനം പുതിയ ഒരു വേരിയൻ്റ് ആണെന്ന് മനസ്സിലാകുന്നത്. എക്സ്റ്റീരിയറിൽ അല്ലാതെ കാര്യമായ വ്യത്യാസമൊന്നും നമുക്ക് കാണാനില്ല. ബസാൾട്ടിനെ സംബന്ധിച്ച് ബസാൾട്ടിന് 2 വേരിയൻസ് ഉണ്ട്. അതായത് എൻജിൻ വേരിയൻസ് ഉണ്ട്. ഒന്ന് നാച്ചുറലി ആസ്പിറേറ്റഡും മറ്റൊന്ന് ടർബോ പെട്രോളും. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ടർബോ പെട്രോളിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻ്റാണ്. നല്ല രസമാണ്, ഓടിക്കാനൊക്കെ നല്ല ഹരം തരുന്ന ഒരു വാഹനമാണിത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്ത്യക്കാർ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ സിട്രോൺ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മുൻഭാഗത്തേക്ക് വരുമ്പോൾ വളരെ രസികൻ ഡിസൈനാണ്. ഇപ്പോൾ ഈ കാണുന്ന ലോഗോ എന്ന് പറയുന്നത് സിട്രോണിൻ്റെ ഈ ലോഗോ സിട്രോണിൻ്റെ എല്ലാ വാഹനങ്ങളിലും ഗ്രില്ലിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഭാഗം എല്ലാ മോഡലിലും
അത് എന്താ പറയുക വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാ മോഡലും ഇങ്ങനെ തന്നെയാണ് കാണുന്നത്. അതിൽ ഒരു ക്രോം ഫിനിഷും കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക് ഫിനിഷും കൊടുത്തിട്ടുണ്ട്. മനോഹരമായ LED DRL അതിൻ്റെ ഷേപ്പൊക്കെ രസകരമാണ്. LED ഹെഡ് ലാമ്പുമാണ് കൊടുത്തിരിക്കുന്നത്, വളരെ ഷാർപ്പായിട്ടുള്ള ഹെഡ് ലാമ്പ് തന്നെയാണ്. പിന്നെ മുൻഭാഗത്താണെങ്കിലും കുറേ കട്ടുകളും ഗ്രീസുകളും ഒക്കെ കാണാം. ഇവിടെ ഗ്രില്ല് എന്ന് തോന്നിക്കുന്നൊരു ഭാഗം ഇതാണെങ്കിൽ അതിൻ്റെ താഴെ വലിയൊരു എയർ ഡാമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ക്യാമറയൊക്കെ നമുക്കിവിടെ കാണാം. അങ്ങനെ മുൻഭാഗം വളരെ രസമുള്ളൊരു ഡിസൈനാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ആദ്യകാലത്ത് സിട്രോണിൻ്റെ C5 എയർക്രോസ് എന്ന് പറയുന്ന മോഡലാണ് വന്നത്. അതിൻ്റെ മുൻഭാഗവും ഇങ്ങനെ തന്നെയായിരുന്നു. ഏറ്റവും ചെറിയ C3 എടുത്താൽ അതിൻ്റെ മുൻഭാഗവും ഇങ്ങനെ തന്നെയാണ്. എല്ലാ മുൻഭാഗങ്ങളും ഒരുപോലെയാണെന്നുള്ളതാണ് സിട്രോണിൻ്റെ പ്രത്യേകത. ഏറ്റവും താഴെയായിട്ട് ഒരു സ്കിഡ് പ്ലേറ്റ് പോലുള്ള ഭാഗം വരുന്നിടത്ത് മാത്രമാണ് ഒരു ആഷ് നിറം നമ്മൾ കാണുന്നത്. ബാക്കിയെല്ലാം ഒരേ നിറത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ബ്ലാക്ക് ഫിനിഷ് ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് പോകുന്നു. അത് പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും മുൻഭാഗത്ത് നിന്ന് തന്നെ കാണാം വളരെ ഹെവി ആയിട്ടുള്ള ഒരു വാഹനമാണ് എന്നുള്ള കാര്യം. പിൻഭാഗത്ത് വരുമ്പോൾ അത് കൂടുതൽ എവിഡൻ്റ് ആകുന്നുമുണ്ട്. ഇനി വശക്കാഴ്ചയിൽ വരുമ്പോൾ 16 ഇഞ്ച് വീലുകളാണ്. ഈ വീലുകൾ അല്പം കൂടി സൈസ് കൂട്ടാമായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നു. കാരണം സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ ഇതൊരിത്തിരി ചെറുതാണ് എന്ന് നമുക്ക് തോന്നും. അല്പം കൂടി വലുതാക്കാമായിരുന്നു. പക്ഷേ അലോയ് വീലിൻ്റെ ഡിസൈനൊക്കെ നല്ല രസകരമാണ്. ബ്ലാക്കും അതുപോലെ തന്നെ സ്റ്റീൽ ഫിനിഷും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് എന്ന് പറയുന്ന വേരിയൻ്റ് തൊട്ട് മുകളിലേക്കാണ് ഈ ഒരു ക്ലാഡിങ് കാണുന്നത്. അതിൻ്റെ താഴെ U എന്ന് പറയുന്നൊരു വേരിയൻ്റ് ഉണ്ട്. അതിന് ഈ ഒരു ക്ലാഡിങ് കൊടുത്തിട്ടില്ല. ഏതായാലും വളരെ കനത്ത ക്ലാഡിങ്ങാണ് നമ്മളിവിടെ കാണുന്നത്. അതിലൊക്കെ ചെറിയ സ്റ്റീൽ ഫിനിഷൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇന്ത്യക്കാരുടെ മനസ്സറിഞ്ഞാണ് സിട്രോൺ ഇന്ത്യയിലെത്തിയത്. കാരണം 180 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. എവിടെയും കയറ്റിക്കൊണ്ട് പോകാം. ഒരു SUVയുടെ ഫലം ചെയ്യും തീർച്ചയായിട്ടും ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. സൈഡ് പ്രൊഫൈലാണെങ്കിലും ഈ ഒരു ബോഡി കളേർഡ് തന്നെയാണ് ഡോർ ഹാൻഡിലൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇതൊരു പഴയ സ്റ്റൈലായിപ്പോയി. പഴയ ഗോദ്രജിൻ്റെ അലമാരി പോലെ ഇവിടെ ഇങ്ങനെ ഈ ഒരു ലോക്ക് കൊടുക്കണ്ടായിരുന്നു. അതൊരു പഴയ സ്റ്റൈലാണ്. എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ കാര്യങ്ങളൊക്കെ ആകെ മാറുകയാണ്. വേറൊരു എങ്ങും കണ്ടിട്ടില്ലാത്തൊരു സ്റ്റൈലിലേക്ക് പോകുന്നു. ആ ഒരു ഒഴുക്കിനെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു റെഡ് ഒരു എലമെൻ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു ടെയിൽ ലാമ്പിൻ്റെ കാര്യത്തിൽ നമ്മളധികം കാണാത്ത ഡിസൈനാണ്. 2 പാർട്ടുള്ള വലിയ ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. പിൻഭാഗം കനത്ത പിൻഭാഗം എന്ന് തന്നെയാണ് പറയേണ്ടത്. അതും ഈ ഒരു അപ്പർ ലിപ്പ് പോലുള്ള ഭാഗമൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. ഇത് ഡ്യുവൽ ടോൺ വാഹനമാണ്. അതുകൊണ്ട് തന്നെ മേൽഭാഗത്ത് ബ്ലാക്ക് കാണാം. അതിൽ ഷാർഫിൻ ആൻറ്റിന, അതുപോലെ തന്നെ ഡീഫോഗർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ട് വൈപ്പർ വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. സ്വിച്ച് എന്നുള്ള ബാഡ്ജിങ്ങും അതുപോലെ ലോഗോയൊക്കെ കൊടുത്തിരിക്കുന്നു. താഴെ ഫുൾ ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത്. ബമ്പറെങ്കിലും താഴെയായിട്ടും മുൻഭാഗത്ത് കണ്ട പോലെ തന്നെ ഒരു ആഷ് നിറമുള്ള ഭാഗമുണ്ട്. പ്യുവർ ടെക് എന്ന് പറയുന്നത് ഇതിൻ്റെ ടർബോ പെട്രോൾ എഞ്ചിനാണ് എന്ന് സൂചിപ്പിക്കുന്ന ബാഡ്ജിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ബൂട്ട് സ്പേസ് നോക്കാം. 470 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട്. എന്നാൽ ഈ പറഞ്ഞ പോലെ സാധാരണ മറ്റ് പല വാഹനങ്ങളുടെയും ബൂട്ട് തുറക്കുമ്പോൾ വിശാലമായിട്ട് തോന്നുമെങ്കിൽ ഒരല്പം ഇതിൻ്റെ ഓപ്പണിംഗ് സ്ഥലം എന്ന് പറയുന്നത് അല്പം ചെറുതാണ്. കാരണം ഇതിൻ്റെ പിൻഭാഗത്തിൻ്റെ ഷേപ്പ് അങ്ങനെയാണ് വന്നിരിക്കുന്നുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ പോലും 470 ലിറ്റർ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് ഒട്ടും മോശമല്ല. അത് കൂടാതെ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന മറ്റൊരു കാര്യം ഇതിൻ്റെ നിർമ്മാണ നിലവാരമാണ്. വളരെ ഗംഭീരമായ നിലവാരമുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. അതുപോലെ തന്നെ ഫുൾ സൈസ് ഒരു സ്പെയർ ടയറിനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത് ഈ X എന്ന് പറയുന്ന ബാഡ്ജിങ് അല്ലാതെ മുൻഭാഗത്തോ അല്ലെങ്കിൽ പിൻഭാഗത്തോ ഒന്നും മറ്റ് മാറ്റങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യമാണ്. പക്ഷേ ഉൾഭാഗം പാടെ മാറിയിട്ടുണ്ട്. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു USP ആയിട്ട് പറയുന്ന കാര്യം. അപ്പോൾ നമുക്കിനി ഉൾഭാഗം കാണാം. വാട്ട് എ ചേഞ്ച് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് ബസാൾട്ടിൻ്റെ ഉൾഭാഗത്ത് വന്നിരിക്കുന്നത്. X വന്നപ്പോൾ മനുഷ്യൻ നന്നാകാൻ എത്ര നേരം വേണമെന്ന് പറഞ്ഞ പോലെ ബസാൾട്ട് നന്നാകാൻ എത്ര നേരം വേണം, അതായത് അധികം സമയമൊന്നും വേണ്ട എന്ന് നമ്മൾ മനസ്സിലാക്കി. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വേരിയൻറ്റ് ടോപ്പ് എൻഡ് വേരിയൻ്റാണ്. പക്ഷേ പ്ലസ് വേരിയൻ്റ് തൊട്ട് ഡാഷ്ബോർഡ് അടക്കം പാടെ മാറിയിരിക്കുകയാണ്. സത്യം പറയാനുള്ള ഗംഭീരമായിട്ടുണ്ട്. തകർപ്പൻ ഇൻറ്റീരിയർ എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം. എന്തായാലും ഡാഷ്ബോർഡിൻ്റെ ഡിസൈനും കളേഴ്സും അടക്കമുള്ള കാര്യങ്ങളെല്ലാം മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കാണുന്നതിൽ ലെയേർഡായിട്ടുള്ള ഒരു ഡാഷ്ബോർഡാണ് കാണുന്നത്. ബ്ലാക്ക് ഫിനിഷ്, അതിൻ്റെ ഇടയ്ക്ക് നല്ല ഭംഗിയുള്ളൊരു ഗോൾഡൻ ഫിനിഷ് വന്നിരിക്കുന്നു. പിന്നെ ഇവിടെ ഒരു ടാൻ ബ്രൗണും കൂടെ വന്നിരിക്കുന്നു. കൂടാതെ ഇവിടെയൊക്കെ ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷ് അതിലും കൊടുത്തിട്ടുണ്ട്. ഈ ചെറിയ
ഗോൾഡൻ എലവൻസൊക്കെ, അങ്ങനെ നല്ല പ്രീമിയം ലുക്കാണിപ്പോൾ വന്നിരിക്കുന്നത് ഈ വാഹനത്തെ സംബന്ധിച്ച്. മറ്റു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വാഹനത്തിൻ്റെ സമാനമായ സെഗ്മെൻറ്റുള്ള വാഹനങ്ങളൊക്കെ അല്പം വില കുറവാണ് ഡസാൾട്ടിനുള്ള കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഫീച്ചേഴ്സ് ഇഷ്ടം പോലെയുണ്ട്. സീറ്റോടെ നമുക്ക് തുടങ്ങാം അല്ലേ. സീറ്റിൻ്റെ കണ്ടോ, സീറ്റിൻ്റെ ഒക്കെ ആണെങ്കിലും ആ ഒരു ഷേപ്പും അതിനോടൊപ്പം ഈ കൊടുത്തിരിക്കുന്ന കളേഴ്സും, ഇവിടെ ഒരു ചെറിയ ഫാബ്രിക്കിൻ്റെ ഒരു ചെറിയ ലൈൻ കൊടുത്തിരിക്കുന്നു, സിറ്റെന്നുള്ള ബാഡ്ജിങ്, ഇവിടെയൊക്കെ ഫുൾ ബ്ലാക്ക്, അതും വെൻറ്റിലേറ്റഡ് സീറ്റുകളുമാണ്. അത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട കാര്യമാണ്. അതുപോലെ തൈ സപ്പോർട്ടുണ്ട്, ഇങ്ങനെ ഉയർന്നു വരുന്നു, നല്ല സുഖമാണ്, നല്ല ചേർന്നിരിക്കാവുന്ന ലെതർ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സീറ്റിനെ സംബന്ധിച്ചാണെങ്കിൽ ഇത് കണ്ടോ, ഹൈറ്റ്, ഞാൻ ഈ ഹൈറ്റ് ഏറ്റവും കൂട്ടി വെച്ചിരിക്കുകയാണ്. നല്ല ഗംഭീരമായിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, മാനുവലി ആണെന്നേ ഉള്ളൂ. പക്ഷേ അതൊരു നല്ല SUV-ഷ് ഒരു എന്താ പറയുക സീറ്റിംഗ് പൊസിഷൻ നമുക്ക് കിട്ടും. ഇത്രയും ഹൈറ്റിലുണ്ടോ, ഉയർന്നു വരുന്നുണ്ട്, തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. പിന്നെ എങ്ങനെയും നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, എല്ലാം മാനുവലാണ് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് 10.25 ഇഞ്ചിൻ്റെ ഈ ഒരു ടച്ച് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ പോലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിൽ കാര എന്നാണ്, കാര എന്ന് പറയുന്നത് AI സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു വോയിസ് കമാൻഡ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. 52 ലാംഗ്വേജുകളിൽ നിങ്ങൾക്ക് കമാൻഡുകൾ പറയാം. അതെല്ലാം ഇതിൻ്റെ അകത്തിരിക്കുന്ന യുവതി അനുസരിക്കുകയും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരികയും ചെയ്യും. പിന്നെ 360 ഡിഗ്രി ക്യാമറയുണ്ട്, പക്ഷേ അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വാഹനത്തോടൊപ്പം ചോദിച്ച് വാങ്ങിക്കാം. പക്ഷേ എങ്കിൽ പോലും സ്ക്രീൻ ചെറുതാണ്, താരതമ്യേന ചെറുതാണ്, റെസൊല്യൂഷനും ഒന്നും പോരാ, അത്രയ്ക്കോട് പോരാ. അപ്പോൾ 360 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ മെച്ചപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് ഇതിലും 360 ഡിഗ്രി കണ്ടോ, ഇപ്പോൾ ഇത് ആക്ടിവേറ്റഡ് അല്ല, അത് നമ്മൾ ഓപ്ഷണലായിട്ട് ചോദിച്ച് വാങ്ങിക്കേണ്ട ഒരു കാര്യമാണ്. എങ്കിലും നല്ല ക്ലാരിറ്റിയുള്ള ഒരു ഷാർപ്പായിട്ടുള്ള കളേഴ്സൊക്കെ ഉള്ളൊരു സ്ക്രീനാണ് ഇത്. ഈ കളേഴ്സൊക്കെ ഉണ്ടല്ലേ, ഇതിൻ്റെ ഈ കളേഴ്സൊക്കെ തന്നെ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഒരു ഏകതാനത എന്ന് പറയുന്ന സംഭവം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അതൊക്കെ ഇവിടെ ലഭ്യമായിട്ടുണ്ട്. പിന്നെന്തായിരുന്നു, പിന്നെ താഴേക്ക് വരുമ്പോഴേക്കും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകളൊക്കെ വളരെ ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു. ടോഗിൾ സ്വിച്ചുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാം. ഇവിടെ 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. താഴെയായിട്ട് വയർലെസ് ചാർജിങ് പാഡാണ് കാണുന്നത്. 2 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഗിയർ ലിവർ, ഇത് ഓട്ടോമാറ്റിക്കാണ്, അതിൻ്റെ ഗിയർ ലിവർ വലിയ സംഭവമൊന്നുമില്ലെങ്കിൽ രസമായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും ചെറിയ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. വളരെ ഭംഗിയുള്ളൊരു ഡോർ പാഡുമാണ് കേട്ടോ. ഈ ഒരു ടാൻ ബ്രൗണും പിയാനോ ബ്ലാക്കും എല്ലാം നല്ല രസമായിട്ടുണ്ട്. അതിലൊരു വലിയ ബോട്ടിലൊക്കെ വയ്ക്കാം. അതിനൊരു ടെക്സ്ചറൊക്കെ രസമായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടൊക്കെ കൊടുത്തിരിക്കുന്നു. ഈ വാഹനത്തെ സംബന്ധിച്ച് വലിയൊരു മിസ്സ് എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെ മിസ്സ് എന്ന് പറയുന്നത് ഈ ഒരു സൺറൂഫാണ്. സൺറൂഫ് കൊടുക്കാവുന്ന അവസ്ഥയല്ല, ഇദ്ദേഹം ഇങ്ങനെ ചെരിഞ്ഞാണല്ലോ എൻ്റെ മേൽഭാഗം പോകുന്നത്. അതുകൊണ്ട് സൺറൂഫ് പോസിബിൾ അല്ലാത്തതുകൊണ്ടായിരിക്കും കൊടുക്കാതിരുന്നത്. എങ്കിലും ഇപ്പോൾ പറഞ്ഞാൽ കുട്ടികളുമായിട്ട് വാഹനം വാങ്ങിച്ചാലും അച്ഛാ സൺറൂഫ് ഇല്ല അച്ഛാ എന്ന് പറഞ്ഞ് കുട്ടികൾ വഴക്കുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് നേരെ നമുക്ക് കിയയിലേക്ക് പോകാം, അല്ലെങ്കിൽ ഹ്യുണ്ടായിലേക്ക് പോകാം, അതുമല്ലെങ്കിൽ MGയിലേക്ക് പോകാമെന്നൊക്കെ പറയും. കാരണം കുട്ടികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൺറൂഫ്. പിന്നെ നല്ലൊരു ആംറസ്റ്റും അതിൻ്റെ താഴെയായിട്ട് ചെറിയൊരു സ്പേസും സ്റ്റോറേജ് സ്പേസും ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ സ്റ്റിയറിംഗ് വീലും ഒക്കെ പക്ക സിട്രൺ. നിങ്ങൾ ആദ്യകാലത്ത് സിട്രൺ C5 കണ്ടിട്ടുണ്ടെങ്കിൽ അതേ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ഇപ്പോഴും മിക്കവാറും എല്ലാ മോഡലുകളിലും പോകുന്നത്. നല്ല രസമായിട്ട് നല്ലൊരു സ്റ്റിയറിംഗ് വീലാണ്, കുഴപ്പമൊന്നുമില്ല. ക്രൂയിസ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്, വോളിയം കൺട്രോളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് 7 ഇഞ്ചിൻ്റെ ഒരു മനോഹരമായ സ്ക്രീനാണ് മീറ്റർ കൺസോളിൻ്റെ ഭാഗത്ത്. അതിനൊരു ഫ്രീ സ്റ്റാൻഡിങ് ഒരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും അത് EV കാറുകൾ കാണുന്ന അതിന് സമാനമാണെന്ന് എനിക്ക് തോന്നി. ആ രീതിയിലുള്ളതാണ്, നല്ല റെസൊല്യൂഷനുണ്ട്. പിന്നെ അതിൽ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം പോലുള്ള കാര്യങ്ങളും വളരെ ഷാർപ്പായിട്ടുള്ള ഗ്രാഫിക്സും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ വരുമ്പോൾ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചാണ് നമ്മളിവിടെ കാണുന്നത്. അതും നല്ല ഭംഗിയായിട്ട് വളരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. ഇവിടെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും അത് ഫോൾഡിങ്ങും ഉണ്ട്, അതും കൊടുത്തിരിക്കുന്നു. ഇവിടെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും, കണ്ടോ ഈ ഒരു വിൻഡോയുടെ സ്വിച്ചുകളൊക്കെ ആണെങ്കിലും അതൊക്കെ സ്റ്റീൽ ഫിനിഷ് കൊടുത്ത് ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നല്ല പ്യുവർ പിയാനോ ബ്ലാക്കിൽ അത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിനൊരു പ്രീമിയംനെസ് സമ്മാനിക്കുന്നതെന്ന് പറയാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നമ്മൾ സീറ്റ് ഉയർത്തിയപ്പോഴത്തേക്കും നല്ല ഒരു സീറ്റിംഗ് പൊസിഷനാണ്. ശരിക്കും ഒരു SUVയുടെ പൊസിഷൻ അതിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ പില്ലറിലൊക്കെ ട്യൂട്ടർ പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നല്ല മനസ്സിന് സന്തോഷം തരുന്ന ഒരു ഡാഷ്ബോർഡും ഉൾഭാഗമൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. ബസാൾട്ട് എന്ന് പറയുന്ന വാഹനം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. കാരണം ആ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെയാണ് ഇപ്പോൾ മുൻഭാഗത്തൊക്കെ സംഭവിച്ചിരിക്കുന്നത്. എങ്കിലും ഒരു ഫാമിലി വാഹനം എന്നുള്ള നിലയ്ക്ക് നമുക്കിനി പിൻഭാഗത്തും ഇരുന്ന് നോക്കാം. ഒരു കൂപ്പെ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഹെഡ് സ്പേസ് കുറവായിരിക്കുമോ എന്ന് നമുക്ക് സംശയം തോന്നും. പക്ഷേ ഞാൻ എന്തായാലും ബാബുവാനണി ഒന്നും അല്ലാത്തതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല. തന്നെ ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അത്യാവശ്യം ഹൈറ്റുള്ളവർക്ക് സുഖമായിരിക്കാൻ സാധിക്കും, കുഴപ്പമൊന്നും തോന്നുന്നില്ല.
എന്തായാലും തൈ സപ്പോർട്ട് തന്നെയാണ് ഈ വാഹനത്തിന് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയുന്നത്. ഇവിടെ എത്തുമ്പോഴത്തേക്കും വീണ്ടും ഉയർന്നു വരുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് കാല് ചേർത്ത് വെച്ചിരിക്കാം. അടുത്ത കാലത്ത് ഇത്രയും തൈ സപ്പോർട്ട് തോന്നിച്ചൊരു വാഹനം ഇല്ല എന്ന് പറയാം. അത്രയും ഗംഭീരമായൊരു തൈ സപ്പോർട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ AC വെൻറ്റുകൾ പിൻഭാഗത്തേക്കും കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ 2 C ടൈപ്പ് ചാർജറുണ്ട്. നമ്മളൊരു കാര്യം പറയുമ്പോഴിവിടെ മുൻഭാഗത്തും ആ 12 വോൾട്ട് ചാർജറിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ഒരു ചാർജർ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ ആ കാര്യത്തിൽ അദ്ദേഹം പൂർണ്ണ സജ്ജനാണെന്നാണ് പറയേണ്ടത്. എന്തായാലും 2651 മില്ലിമീറ്റർ ഉണ്ട് ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ പ്ലാറ്റ്ഫോം തന്നെയാണ് സിട്രോണിൻ്റെ എല്ലാ വാഹനങ്ങളും ഉള്ളതെങ്കിലും മറ്റ് വാഹനങ്ങൾക്കൊക്കെ അല്പം കുറവാണെങ്കിൽ ഇതിന് 2651 ഉണ്ട്. അതായത് അതുകൊണ്ട് കൂടാതെ 4.3 മീറ്റർ നീളവുമുണ്ട് വാഹനത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനറസ് ആയിട്ടുള്ള സ്പേസാണ് ഉൾഭാഗത്ത്. കണ്ടോ, ഈ സീറ്റ് അപ്പം അല്പം മുന്നിലേക്ക് കയറ്റിയിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഇത് അല്പം കൂടി മുന്നിലേക്ക് കയറ്റിയിട്ടപ്പോൾ ഇത്രയും സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു അത്യാവശ്യം ഉയർന്ന ഒരു സെൻട്രൽ ടണലുണ്ട്. അതുകൊണ്ട് നടുവിലിരിക്കുന്നതൊക്കെ കാലൊരു അല്പം കയറ്റി വയ്ക്കേണ്ടി വരും. പിന്നെ നല്ല ഒരു ആംറസ്റ്റ്, 2 കപ്പ് ഹോൾഡേഴ്സ്, പിന്നെ മൊബൈൽ ഫോൺ കുത്തി വയ്ക്കാവുന്ന ഇങ്ങനെ കുത്തി വയ്ക്കാവുന്നൊരു സ്ഥലം അതും കൊടുത്തിരിക്കുന്നു. എന്തായാലും ഇതിൻ്റെ പിൻഭാഗത്ത് ഇങ്ങനെ ചെരിഞ്ഞ് വരുന്ന റൂഫ് നമുക്ക് മനസ്സിലാകുന്നത് ഇതുണ്ടോ, ഈ ഒരു സ്പേസ് കാണുമ്പോഴാണ്. അതായത് ഹെഡ് റെസ്റ്റ് അധികം ഒന്നും ഉയർത്താൻ പറ്റില്ല, ഇത്രയും സ്പേസേ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ ഭാഗത്തേക്ക് വരുമ്പോഴേക്കും നന്നായിട്ട് താഴ്ന്നു വരുന്നുണ്ട് ഈ ഒരു റൂഫ് എന്നുള്ള കാര്യം. പിന്നെ ഡോർ പാഡിലേക്ക് വേണമെങ്കിൽ അവർ വളരെ ചെറിയൊരു ബോട്ടിൽ വയ്ക്കാം. പിന്നെ നല്ലൊരു ആംറസ്റ്റും കൊടുത്തിട്ടുണ്ട്. പിയാനോ ബ്ലാക്ക് ഫിനിഷ് എല്ലാം ഭംഗിയായിട്ട് അതിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ റൂഫ് അല്പം ചെരിഞ്ഞ് വരുന്നതുകൊണ്ടായിരിക്കാം വിൻഡോ ലൈനും അല്പം താഴ്ന്നാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴും വിൻഡോ നമ്മുടെ തൊട്ട് കണ്ണിൻ്റെ ഒരു ലെവലിലാണ് വരുന്നത്. അങ്ങനെ നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട്. അതായത് ഒട്ടും ക്രാംഡായ ഫീലൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഇവിടെ പേപ്പേഴ്സൊക്കെ വയ്ക്കാവുന്നൊരു ഭാഗം ഇവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പിൻഭാഗത്തിരിക്കും പറയാനുള്ളത്. അപ്പോൾ ഒരു പക്ക ഫാമിലി ഒരു SUV കം കൂപ്പ എന്നാണ് നമുക്ക് ഈ വാഹനത്തെ വിളിക്കാവുന്നത്. ഇപ്പം ഇത്രയും കാലം നമ്മൾ ഇൻറ്റീരിയറിലേക്ക് കയറുമ്പോൾ അത്രയൊന്നും എക്സൈറ്റിംഗ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പോലും U എന്ന് പറയുന്ന വേരിയൻറ്റിൽ ഇത്തരം കാര്യങ്ങളൊന്നുമില്ല. ഡാഷ്ബോർഡൊക്കെ പഴയത് തന്നെയാണ് തുടരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പുറത്തുള്ള ക്ലാഡിങ്ങും ഉള്ള കാര്യങ്ങളൊക്കെ യുവിൽ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളോട് കമ്പയർ ചെയ്യുമ്പോൾ വില കുറവാണെന്നുള്ളതാണ് ബസാൾട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ എക്സ് വന്നപ്പോഴും അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം ആദ്യം തൊട്ട് തന്നെ സിട്രോൺ ശ്രദ്ധിക്കുന്നൊരു കാര്യം അതാണ്, വലിയ വിലയ്ക്കൊന്നും അല്ലാതെയാണ് ഒരു വാഹനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു USP ആയിട്ട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇത്രയും വാഹന നിർമ്മാതാക്കൾ ഇത്രയും വാഹനങ്ങളുള്ളപ്പോൾ പുതിയൊരു കമ്പനി വരുമ്പോൾ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമല്ലോ. അപ്പോൾ വിലയിലാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഏറ്റവും അധികം വാഹനങ്ങൾ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളൊന്നും സിട്രോൺ തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിൽ വാഹനങ്ങൾ വിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലും കയറ്റി വിടുന്നതുകൊണ്ട് സിട്രോൺ ഇന്ത്യയിൽ നിന്ന്. അതുതന്നെയാണ് ഇന്ത്യയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കാരണമെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്കിനി വാഹനം ഓടിച്ചു നോക്കാമെന്ന് പറഞ്ഞാൽ ഓടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു ഫീൽ നിങ്ങൾക്ക് തോന്നില്ല. കാരണം വെച്ചാൽ സസ്പെൻഷനാണ് ഇതിൻ്റെ ഏറ്റവും മികച്ചൊരു കാര്യം. അത് ഞാൻ ഇനി ഒന്ന് ആസ്വദിക്കട്ടെ. അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ആര്യയാണ്. ആര്യ സിട്രോണിൻ്റെ ഷോറൂമിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ആര്യ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മളെ കാര എന്നൊരു യുവതിൻ്റെ അകത്തുണ്ട്. ആ കാര പക്ഷേ മലയാളവും സംസാരിക്കുന്നുള്ളതാണ് പ്രത്യേകം. ഞാൻ നേരത്തെ പറഞ്ഞില്ല 52 ഭാഷകൾ സംസാരിക്കും. പക്ഷേ പൊതുവെ നമ്മൾ കണ്ടുവരുന്നത് മലയാളം എന്ന് പറയുന്നത് ഈ വാഹന നിർമ്മാതാക്കൾ പൊതുവെ അങ്ങനെ കൊണ്ടുവരാറില്ല. നമ്മളിപ്പോൾ അടുത്ത കാലത്ത് ഏതാ വണ്ടി ഞാൻ മറന്നുപോയി, അത് തമിഴ് വരെയുണ്ട്. ആ വീഡിയോ ഞാൻ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവരൊന്നും മലയാളം സംസാരിക്കുന്നത്. പക്ഷേ സിട്രോൺ ഇപ്പം മലയാളവും സംസാരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ കാരയെ കൊണ്ട് ആര്യ സംസാരിപ്പിക്കുന്നതായിരിക്കും. ആര്യ, എന്തൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത് യുവതിയോട്? എന്ത് ചോദിച്ചാലും സംസാരിക്കും. എന്നാ ബൈജു എന്നാരെ പറ്റി ചോദിച്ചാലോ? ചോദിച്ചു നോക്കാം. ഈ കാരെ നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം. തീർച്ചയായും നമുക്ക് മലയാളത്തിൽ ആശയവിനിമയം നടത്താം. മനസ്സിലായി. അതെ, ഈ ബൈജു എന്നാരെ പറ്റി പറയാമോ? നല്ലതേ പറയാവുള്ളൂ. ക്ഷമിക്കണം, ബൈജു എന്ന ബ്രാൻഡിനെ കുറിച്ച് ഞാൻ അധികം സംസാരിക്കാൻ പറ്റില്ല. എന്നാൽ സിട്രോൺ അല്ലെങ്കിൽ ജീപ്പ്
ഓ അങ്ങനെയാണല്ലേ. അപ്പോൾ സ്വന്തം ബ്രാൻഡിനെ പറ്റി സംസാരിക്കുള്ളൂ അല്ലേ. അപ്പോൾ എന്തൊക്കെയാ ആര്യ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ? നമുക്ക് വണ്ടിനെ കുറിച്ച് എന്ത് ഡീറ്റെയിൽ വേണേലും കിട്ടും. ആ നോർമലി നമ്മുടെ പല ഇടയ്ക്ക് കയറില്ല വെച്ചാൽ ഇവിടെ കാര്യം നമ്മൾ സംസാരിക്കുന്നത്. ഈ കാരയുടെ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് സംസാരിച്ചാലും അത് ഫീഡ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് റിപ്ലൈ വന്നുകൊണ്ടിരിക്കും. ആ ശരി. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം എക്സ് എന്ന് പറയുന്നത് ഇപ്പം ബസാൾട്ട് എക്സിനെ പറ്റി പറയാമോ കാര? സിട്രോൺ ബസാൾട്ട് എക്സ് എന്നത് അപ്കമിംഗ് മോഡൽ ആണെന്ന് റിപ്പോർട്ട്സ് ഉണ്ട്. അതിന്റെ ഒഫീഷ്യൽ സ്പെസിഫിക്കേഷൻസ് ഇപ്പോഴും കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ സിട്രോൺ എന്ന ബ്രാൻഡിന്റെ റെപ്യൂട്ടേഷൻ പോലെ സ്റ്റൈലിഷ് ഡിസൈനും കംഫർട്ടബിൾ ഇന്റീരിയേഴ്സും മോഡേൺ ടെക്നോളജിയും ഉണ്ടായിരിക്കും. അതിന്റെ എൻജിൻ പെർഫോമൻസ്, സേഫ്റ്റി ഫീച്ചേഴ്സ് എന്നിവയും യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. അതിനെക്കുറിച്ച് കൂടി ഡീറ്റെയിൽസ് കിട്ടിയാൽ കൂടുതൽ ഷെയർ ചെയ്യാം. താങ്ക് യു കാര. കാരയുടെ വീട് എവിടെയാ? ഞാൻ ഒരു വെർച്വൽ അസിസ്റ്റന്റ് ആണല്ലോ, അതിനാൽ എനിക്ക് ഓ വീടില്ലല്ലേ, പാവം അനാഥയായ കുട്ടിയാണ്. അപ്പം പിന്നെ നമുക്ക് എന്താണ് ഇപ്പം ഇതിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യിക്കണമെങ്കിൽ കാര്യോട് പറഞ്ഞാൽ മതിയോ? എന്താ വേണ്ടത്? നമുക്ക് AC ഓഫ് ചെയ്യാൻ പറയാൻ പറ്റുമോ? അങ്ങനെ വർക്ക് ചെയ്യാനറിയില്ല. AI ആയതുകൊണ്ട് ആവശ്യമായി ഇടയ്ക്ക് സംസാരിക്കരുത്. മറ്റൊരു കാര്യം ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ കാര്യം സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമും നാവിഗേഷനും വെതർ അപ്ഡേറ്റ്സും ന്യൂസും മ്യൂസിക്കും ഒക്കെ ക്വരി ചെയ്യാമെങ്കിലും വണ്ടിയുടെ കാര്യത്തിൽ ലോക്ക് അൺലോക്ക്, AC ഓൺ ഓഫ് പോലെ ബേസിക് കൺട്രോൾ കമാൻഡ്സ് ഞാൻ ഹാൻഡിൽ ചെയ്യാം. ഏത് ഫംഗ്ഷൻ ആണെങ്കിലും പറയൂ, ഞാൻ ചെയ്യാം. നമുക്ക് മറൈൻ ഡ്രൈവിലേക്ക് പോകാം. ഒന്ന് ലൊക്കേഷൻ ഇടാവോ? മറൈൻ ഡ്രൈവിലേക്ക് നാവിഗേഷൻ സെറ്റ് ആക്കിയിരിക്കുന്നു. ഹാപ്പി ജേർണി. കൊള്ളാം കേട്ടോ, സംഭവം കൊള്ളാം. ഇതാണ് കാര. അതൊന്ന് എടുക്കാമോ കാര? ഇതാണ് കാരയുടെ ആപ്പ്. അപ്പോൾ ഇത് നമ്മൾ ഫോണിൽ ഇത് ഓൺ ആക്കി വെക്കണം ആണോ? കാരോട് സംസാരിക്കണമെങ്കിൽ നമുക്കിത് ഫോണിൽ ഈ ആപ്പ് അല്ലാണ്ട് അല്ലെങ്കിൽ പിന്നെ മൈക്ക് ഇങ്ങനെ സംസാരിക്കുന്ന ഫീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ മനസ്സിലായി. അപ്പോൾ എന്തായാലും താങ്ക് യു കാര, താങ്ക് യു ആര്യ. ഈ ആര്യ എന്ന് പേരിട്ടാൽ മതിയായിരുന്നല്ലേ കാരയ്ക്ക് വരാം. അപ്പോൾ എന്തായാലും ഈ ഒരു ഗംഭീര സാധനം കേട്ടോ. കാരണം ആ കാര്യം നമ്മൾ സിട്രോൺ ഒരു അഭിനന്ദനം കൊടുക്കുന്നു. കാരണം മലയാളത്തെയും മലയാളികളെയും മറന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ മറ്റു വാഹന നിർമ്മാതാക്കൾ ഇതൊരു മാതൃകയാക്കണം തോന്നുന്നു. അപ്പോൾ നമുക്കിനി ഒന്ന് ഓടിച്ച് നോക്കാം അല്ലേ വണ്ടി? ഓക്കെ. ഞാൻ ഈ സിട്രോൺ എന്ന് പറയുന്ന ബ്രാൻഡ് ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് യൂറോപ്പിൽ പോയപ്പോഴാണ്. അത് 2005 ഞാൻ ആദ്യമായിട്ട് യൂറോപ്പിൽ പോകുന്നത്. ആ സമയത്ത് സിട്രോൺ കണ്ടപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ഇഷ്ടം പോലെയാണല്ലോ സിട്രോൺ, ഇത്ര മാരകമായൊരു ബ്രാൻഡാണോ സിട്രോൺ എന്നൊക്കെ ഞാൻ അന്ന് ചിന്തിച്ചു. പിന്നീട് പലതവണ യൂറോപ്പിൽ പോയപ്പോഴെല്ലാം ഞാൻ ഈ സിട്രോണിൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സിട്രോണിൻ്റെ ആദ്യകാലത്ത് ഇപ്പം ഞാനീ പറഞ്ഞ 2005 ഞാൻ ചെല്ലുമ്പോൾ വളരെ വിചിത്രമായ ചില മോഡലുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ചെല്ലുമ്പോൾ റെനോയുടെ കാര്യത്തിൽ അത് തന്നെയായിരുന്നു കേട്ടോ. സിട്രോണും റെനോയും വളരെ വിചിത്രമായ ലുക്കുള്ള വാഹനങ്ങളൊക്കെയാണ് ആ കാലത്തൊക്കെ നിർമ്മിച്ചിരുന്നെങ്കിൽ പിന്നീട് അതൊക്കെ മാറിയിട്ട് നല്ല സുന്ദരന്മാരും സുന്ദരികളുമായിട്ടുള്ള ധാരാളം മോഡലുകൾ രണ്ടിൻ്റെയും ഭാഗമായിട്ട് വന്നു. അപ്പോഴാണ് ഇതിന് വന്നൊരു വലിയ മാറ്റം ഞാൻ ശ്രദ്ധിച്ചത്. ഇപ്പോൾ ഏറ്റവും അടുത്ത കാലത്ത് ഞാൻ ഡെൻമാർക്കിലും അതുപോലെ സ്വീഡൻ, നോർവേ, ഫിൻലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ മിക്ക വീടുകളിലും ഒരു സെക്കൻഡ് കാറായിട്ട് ഞാൻ കണ്ടതെല്ലാം സിട്രോണാണ്. ഫസ്റ്റ് കാർ വളരെ വലിയ ഒരു EV ആയിരിക്കും, സെക്കൻഡ് കാർ എപ്പോഴും സിട്രോൺ ആയിരിക്കും. ആ ഒരു മാറ്റം അവിടെ കണ്ടു. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ സിട്രോൺ ജീപ്പ് എന്ന ബ്രാൻഡ്, സ്റ്റെല്ലാൻഡിസ് എന്ന് പറയുന്ന വലിയൊരു ലോകത്തിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാണ കമ്പനിയുടെ ഭാഗമാണ് സിട്രോൺ. ജീപ്പും സിട്രോണുമാണ് ഇന്ത്യയിലുള്ളത്. നേരത്തെ ഫിയറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഫിയറ്റിൻ്റെ എഞ്ചിൻ നിർമ്മിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു വലിയ ഗ്രൂപ്പിൻ്റെ ഭാഗമായതുകൊണ്ട് ആണ് എനിക്ക് തോന്നുന്നത് സിട്രോൺ അങ്ങനെ വിൽപ്പനയുടെ കാര്യത്തിലല്ല അധികം ശ്രദ്ധിക്കുന്നത്. അവർ ഗ്ലോബലി വാഹനം എങ്ങനെ കയറ്റുമതി ചെയ്യാം, എവിടെയൊക്കെ എത്തിക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചിന്തിക്കുന്നതെന്ന് തോന്നുന്നു. പതുക്കെ മതി ഇന്ത്യയിലെ ഒരു വ്യാപനം എന്നാണ് കമ്പനി ചിന്തിക്കുന്നത്. എങ്കിൽ പോലും വളരെ കൃത്യമായിട്ട് 6 മാസം കൂടുമ്പോൾ ഒരു പുതിയ മോഡൽ കൊണ്ടുവരും. അതിനുശേഷം അതിൻ്റെ EV വരും. അങ്ങനെ കൃത്യമായൊരു പ്ലാനിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബസാൾട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ നമ്മുടെ കൂടെ വന്ന ഈ സിട്രോണിൻ്റെ ഡീലർഷിപ്പിലുള്ള അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവരൊക്കെ പറയുന്നത് പ്രധാനമായിട്ടും ആൾക്കാർ സിട്രോണിലേക്ക് വരുന്നത് വിലയുടെ ഒരു പോസിറ്റീവ്നെസ് കൊണ്ടാണ്. കാരണം വെച്ചാൽ ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളുമായിട്ട് മറ്റു വാഹനങ്ങളോട് കമ്പയർ ചെയ്യുമ്പോൾ സിട്രോണിന് വില കുറവാണ്, പക്ഷേ നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. കൂടാതെ ഇതൊന്ന് ഓടിച്ച് അല്ലെങ്കിൽ ഇതിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ആരായാലും സിട്രോൺ വാങ്ങിക്കും. കാരണം ആ രീതിയിൽ മനോഹരമായ സസ്പെൻഷനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വളരെ വില കൂടിയ വാഹനങ്ങളിൽ മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ആ ഒരു ഫ്ലോട്ടിംഗ് സസ്പെൻഷൻ്റെ ഒരു എഫക്റ്റ് ഇതിൻ്റെ അകത്തുണ്ട്. ആദ്യമായിട്ട് സിട്രോൺ ഞാൻ ഇവിടെ ഇന്ത്യയിൽ ഓടിക്കുന്നത് സിട്രോൺ C5 വന്നപ്പോൾ
വളരെ മോശം വഴിയിലായിരുന്നു. മലയാറ്റൂർ മറ്റേ എന്തായിരുന്നു നമ്മുടെ അതിരപ്പള്ളി മലയാറ്റൂർ റോഡിലായിരുന്നു. ആ റോഡ് തകർന്ന് പണ്ടാറടങ്ങി കിടക്കുമ്പോഴാണ് C5 ഞാൻ ആദ്യമായിട്ട് വഴി പോകുന്നത്. അപ്പോൾ ഞാൻ അമ്പരന്ന് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് മീഡിയ ഡ്രൈവിന് വേണ്ടി തന്ന വാഹനത്തിൻ്റെ ഗുണമായിരിക്കുമെന്നാണ്, ഇത്ര നല്ല സസ്പെൻഷൻ. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് അങ്ങനെയല്ല. സ്വിഫ്റ്റിൻ്റെ എല്ലാ വാഹനങ്ങളിലും ഈവൻ വളരെ ചെറിയ വാഹനത്തിൻ്റെ ഒരു സസ്പെൻഷൻ ഗംഭീരമാണ്. അതാണ് മാജിക് കാർപ്പറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി വലിയ പഠനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ നെറ്റ്വൊക്കെ കാണാം, ഇവരെങ്ങനെയാണ് ഈ ഒരു മാജിക് കാർപ്പറ്റ് എഫക്റ്റ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ചുള്ള പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം പക്കയാണ്. പിന്നെ എഞ്ചിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ബസാൾട്ടിന് നാച്ചുറലി ആസ്പിറേറ്റഡും ഉണ്ട്, ഈ ഒരു ടർബോ പെട്രോളും ഉണ്ട്. ടർബോ പെട്രോളാണ് കൂടുതൽ സ്പോർട്ടി ആയിട്ടുള്ളൊരു വാഹനം. ഞാൻ ആ നാച്ചുറലി ആസ്പിറേറ്റഡ് നമ്മൾ ഓടിച്ചിട്ടുണ്ട്, നമ്മുടെ വീഡിയോ കിടക്കുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ ടർബോ പെട്രോൾ വാങ്ങിക്കുന്നതായിരിക്കും ഒരു ഡ്രൈവിങ്ങിൻ്റെ ഹാരം ആസ്വദിക്കാൻ നല്ലത്. ഇപ്പം ഞാൻ വളരെ മോശം വഴിയിലൂടെ കുതിച്ച് ചാടി പോവുകയാണ്. കണ്ടോ ആ സസ്പെൻഷൻ്റെ ഗുണം കണ്ടോ, നല്ല രസമായിരുന്നു. ആ ചാട്ടങ്ങളൊന്നും നമ്മൾ കാര്യമായിട്ട് അറിഞ്ഞതേ ഇല്ല. അപ്പോൾ ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിനിലേക്ക് പോവുകയാണെങ്കിൽ 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോളുണ്ട്, അതുപോലെ തന്നെ 1.2 ലിറ്റർ തന്നെ ടർബോ പെട്രോളുമുണ്ട്. ഇത് രണ്ടും നമ്മൾ ഇത്രയും കാലം ബസാൾട്ടി കണ്ടുവന്നിരുന്നത് തന്നെയാണ്. അതിന് യാതൊരു മാറ്റവും ഇപ്പോൾ ഈ ഒരു മോഡലിൽ സംഭവിച്ചിട്ടില്ല. ആദ്യം പറഞ്ഞ നാച്ചുറലി ആസ്പിറേറ്റഡ് എന്ന് പറയുന്നത് 82 bhp ആണ്, 115 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. മറ്റു കാര്യമുള്ളത് രണ്ടും 3 സിലിണ്ടർ എഞ്ചിനുകളാണെന്നുള്ളതാണ്. ടർബോ പെട്രോളും അതെ നാച്ചുറലി ആസ്പിറേറ്റഡ് രണ്ടും 3 സിലിണ്ടർ എഞ്ചിനുകളാണ്. എന്നാൽ നമ്മൾ ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിലേക്ക് വരുമ്പോൾ 110 bhp ആണ്. തന്നെയുമല്ല 190 ന്യൂട്ടൺ മീറ്റർ ഉണ്ട് മാക്സിമം ടോർക്ക്. ഇതിൽ 6 സ്പീഡ് മാനുവൽ ഉണ്ട്, അതുപോലെ തന്നെ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഉണ്ട്. 6 സ്പീഡ് മാനുവലിൽ ഈ പറഞ്ഞ 190 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്കെങ്കിൽ ഈ ഓട്ടോമാറ്റിക്കിലേക്ക് ടോർക്ക് മാറുന്നുണ്ട്, വർദ്ധിക്കുന്നുണ്ട്, 105 ന്യൂട്ടൺ മീറ്റർ ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ മൈലേജിൻ്റെ കാര്യത്തിലും ടർബോ പെട്രോളാണ് മുന്നിൽ. ടർബോ പെട്രോളിൻ്റെ മാനുവലിന് 19.5ഉം ഇവ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഓട്ടോമാറ്റിക്കിന് 18.7 km/ലിറ്ററാണ് കമ്പനി പറയുന്ന മൈലേജ്. മറ്റേ നാച്ചുറലി ആസ്പിറേറ്ററിൻ്റെ മാനുവലിന് 18 കിലോമീറ്ററാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്ന മൈലേജ് എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ ഈ എഞ്ചിൻ്റെ കാര്യത്തിൽ ഒരു തുടങ്ങുമ്പോൾ അത്യാവശ്യം ഒരു സൗണ്ടുള്ള, അതറിയാമല്ലോ, C3 കണ്ട അതേ സംഭവം തന്നെയാണ്. ആ ടർബോ പെട്രോൾ എഞ്ചിൻ ആയാലും നാച്ചുറലി ആസ്പിറേറ്റഡ് ആയാലും കുറച്ച് ശബ്ദത്തോടു കൂടിയാണ് 3 സിലിണ്ടർ എഞ്ചിൻ പ്രവർത്തിച്ചു തുടങ്ങുന്നതെങ്കിലും കുറച്ച് ഓടി കഴിയുമ്പോഴത്തേക്കും വളരെ സൈലൻ്റ് ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ നമ്മൾ ഐഡിലിങ്ങിലാണെങ്കിലും വളരെ ചെറിയ സൗണ്ട് തീർച്ചയായിട്ടും ഉണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ ഓട്ടത്തിൽ അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഈ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് 6 സ്പീഡ് തന്നെയാണ്. അത് എയ്സിൻ എന്ന് പറയുന്ന ടൊയോട്ടയുടെ കമ്പനി നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നതാണ്. ഇന്ത്യയിൽ കാണുന്ന ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകൾ മിക്കതും ഐസിൻ്റെ തന്നെയാണ്. അതിൻ്റെ ഗുണം ഇതിൽ കാണാനുമുണ്ട്. വളരെ മികച്ച ഒരു ട്രാൻസ്മിഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഷിഫ്റ്റുകൾ അങ്ങനെ ഒരു സീംലെസ് ആണെന്ന് പറയാനാവില്ല. ഷിഫ്റ്റ് നമ്മൾ അറിയുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് അലോസരം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഗിയർ ഷിഫ്റ്റ് ഒന്നുമല്ല എന്നേ പറയാൻ പറ്റൂ. പക്ഷേ ഇതൊന്നുമല്ല നമ്മളെ ആകർഷിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ സസ്പെൻഷനും ഹാൻഡിലിങ്ങിൻ്റെ ഒരു മികവുമാണ്. സസ്പെൻഷൻ്റെ ട്യൂണിങ്ങും അതുപോലെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സ്റ്റിയറിങ്ങിൻ്റെ രീതികളുമൊക്കെയാണ് നമുക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടാൻ പോവുക. എന്തായാലും ഒരു 20 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കുള്ള വാഹനങ്ങളിൽ നമ്മൾ അനുഭവപ്പെടുന്ന അതേ ഒരു സസ്പെൻഷൻ്റെ നിലവാരമൊക്കെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അനുഭവപ്പെടാൻ കഴിയുന്നത്. അതിനുവേണ്ടി മാത്രമായിട്ട് ഇത് വാങ്ങിച്ചാൽ പോലും കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ സേഫ്റ്റിയിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 4 സ്റ്റാർ ആണ് സേഫ്റ്റിയുടെ കാര്യത്തിൽ കിട്ടിയിരിക്കുന്ന റേറ്റിംഗ്. എങ്കിൽ പോലും മറ്റു കാര്യങ്ങളെല്ലാം ഇപ്പോൾ 6 എയർ ബാഗുകൾ സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ABS, EBD, പിന്നെ ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ടുകൾ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു നിർമ്മാണ നിലവാരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സേഫ്റ്റി ലാക്കാക്കി തന്നെയുള്ളതാണെന്ന് നമുക്ക് തോന്നിപ്പോവും. അങ്ങനെ ഒരു സേഫ്റ്റിയുടെ ഒരു കൂടിനകത്തിരിക്കുന്ന ഒരു സുഖം നമുക്ക് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഈ വാഹനത്തിന് പ്രധാനപ്പെട്ട എതിരാളികളായ ഇപ്പോൾ ക്രെറ്റ അല്ലെങ്കിൽ സെൽറ്റോസ്, ഗ്രാൻഡ് വിറ്റാര, അർബൻ ക്രൂയിസർ, കുഷാക്ക്, ടൈഗുൺ, അത്തരം വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സേഫ്റ്റി നിലവാരവും നിർമ്മാണ നിലവാരവും ഈ വാഹനത്തിനുണ്ട്. പിന്നെ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് സസ്പെൻഷൻ്റെ മികവുമുണ്ട്. പിന്നെ എന്തായാലും ചില കുറവുകളുണ്ട്, പ്രധാനമായിട്ടും സൺറൂഫൊക്കെയാണ് നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ. പക്ഷേ വില അതിനനുസരിച്ച് കുറവാണെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ബാക്കി എല്ലാ തരത്തിലും എക്സ് എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റ് തകർപ്പൻ വേരിയൻ്റാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്, എക്സെപ്റ്റ് 1-2 കുറവുകൾ. വില കുറവുമാണെന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വളരെ മികച്ച ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു വിലയ്ക്ക് കിട്ടാവുന്ന ധാരാളം ഫീച്ചേഴ്സുള്ള ഒരു മികച്ച വാഹനമായിട്ട് നമുക്ക് ബസാൾട്ടിൻ്റെ എക്സിനെ കണക്കാക്കാം. അപ്പോൾ
അപ്പോൾ ബസാൾട്ട് എക്സിൻ്റെ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികൾ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇൻഷുറൻസ് പോളിസി 25% വരെ ഡിസ്കൗണ്ടോടുകൂടി എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. എല്ലാവരും എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി ബസാൾട്ട് എക്സിൻ്റെ വിലയിലേക്ക് പോവുകയാണെങ്കിൽ U പ്ലസ് മാനുവൽ, അതുപോലെ മാക്സ് ടി ഡ്യുവൽ വൈബ് പ്ലസ് എന്ന് പറയുന്ന വേരിയൻ്റിൽ ഓട്ടോമാറ്റിക്, AT വൈബ്, അതുപോലെ തന്നെ മാക്സ് ഡ്യുവൽ വൈബ് എന്നൊക്കെ പറഞ്ഞ് കുറേ വേരിയൻസ് ഉണ്ട്. അതിൻ്റെ വിലയൊക്കെ നോക്കുകയാണെങ്കിൽ 7,95,000 രൂപയിലാണ് U എന്ന് പറയുന്ന വേരിയൻ്റ് വില ആരംഭിക്കുന്നത്. 8 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത്രയും വലിയ ഒരു വാഹനം കിട്ടുകയാണ്. പ്ലസിലേക്ക് പോകുമ്പോൾ 9,52,000, പിന്നെ 10,92,000, 11,72,000, 11,93,000, 12,22,000, 13 ലക്ഷം, പിന്നെ 13,25,000. 13,25,000 രൂപയുടെ മോഡലാണ് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കിലേക്ക് നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനിൽ ഓട്ടോമാറ്റിക് എന്ന് പറയുന്ന സംഭവമില്ല. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് കിട്ടുന്നത് ഈ ഒരു ടർബോ പെട്രോൾ എഞ്ചിനിലാണ്. അതിൻ്റെ വില 12 ലക്ഷം രൂപയിൽ ആരംഭിക്കുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ഇത്രയും സ്പേസ്, ഇത്രയധികം ഫീച്ചേഴ്സൊക്കെ ഉള്ളൊരു വാഹനം ആ ഒരു വിലയ്ക്ക് കിട്ടുന്ന മോശമായ കാര്യമല്ല. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇന്ത്യയിൽ ഇതുവരെ ഭാരത് NCAP കാർ ടെസ്റ്റ് ചെയ്ത 24 വാഹനങ്ങളുണ്ട്. അതിൽ 2 വാഹനങ്ങൾക്ക് മാത്രമാണ് 4 സ്റ്റാർ കിട്ടിയത്. ബാക്കി 22 വാഹനങ്ങൾക്കും 5 സ്റ്റാർ കിട്ടി. ആ 2 വാഹനങ്ങൾ ഒന്ന് ബസാൾട്ടാണ്, അതിന് 4 സ്റ്റാർ ആണ് കിട്ടിയത്. പിന്നെ നമ്മുടെ മാരുതി ബലേനയ്ക്കും 4 സ്റ്റാറാണ്. ബാക്കി എല്ലാ 22 വാഹനങ്ങൾക്കും കിട്ടിയത് 5 സ്റ്റാറാണ്. 4 സ്റ്റാർ മോശമൊന്നുമല്ല, കാരണം ഇതിലിപ്പോൾ 6 എയർ ബാഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും എവിടേക്കോ ചെറിയ കുറവുകൾ വന്നുകൊണ്ടാണ് അങ്ങനെ 4 സ്റ്റാറിൽ നിന്ന് പോയത്. സാധാരണഗതിയിൽ യൂറോപ്യൻ വാഹനങ്ങൾക്ക് 5 സ്റ്റാർ കുറച്ചൊന്നും കിട്ടാറില്ല. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി നിർമ്മിക്കുമ്പോൾ ചെറിയ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വേണ്ടി വന്നുകൊണ്ടായിരിക്കാം ഈ ഒരു 4 സ്റ്റാറിൽ നിന്ന് പോയത്. എങ്കിൽ പോലും നമുക്ക് കാണുമ്പോൾ തന്നെ ഇതിനൊരു കരുത്തുള്ള വാഹനമാണെന്ന് തോന്നും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തന്നെയല്ല, ഇൻറ്റീരിയർ കിടിലനാക്കിയിട്ടുണ്ട്, യാതൊരു സംശയമില്ല. നിങ്ങൾ ഇൻറ്റീരിയർ കയറിയാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ സിട്രണിന് യാതൊരു തിരക്കുമില്ല. നമ്മളിപ്പോൾ ഇതിൻ്റെയൊക്കെ മീഡിയം ഡ്രൈവിനൊക്കെ പോകുമ്പോൾ സിട്രൻ്റെ തലപ്പത്തുള്ളവരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് വെയിറ്റ് ആൻഡ് സീ, ഞങ്ങൾ എന്തായാലും വിപണിയിൽ കാര്യമായ രീതിയിൽ ചലനങ്ങൾ ഉണ്ടാക്കും, നമുക്ക് കുറച്ച് സമയം തന്നുള്ള മട്ടിലാണ് എപ്പോഴും പറയുന്നത്. അല്ലാതെ ഒരു ബഹളവുമില്ല, എങ്ങനെയെങ്കിലും പെട്ടെന്ന് വിപണി പിടിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊന്നുമില്ല. അവർ ഈ ഒരു ഗുണനിലവാരമുള്ള പ്രൊഡക്റ്റുമായിട്ട് പതുക്കെ ഇന്ത്യയിൽ ചുവടുറപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള ചുവടുറപ്പിക്കലിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബസാൾട്ടിൻ്റെ എക്സ് എന്ന് പറയുന്ന ഈ മോഡൽ വന്നിരിക്കുന്നത്. ഇനി എയർക്രോസിൻ്റെയും എക്സ് വന്നിട്ടുണ്ട്. അതിൽ കുറച്ചുകൂടി ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എയർക്രോസിൻ്റെ എക്സ് നമുക്ക് വലിയ താമസമില്ലാതെ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ എക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ടെല്ലാവർക്കും നന്ദി, ബൈ.